നമ്മൾ യുദ്ധകാണ്ഡം തുടങ്ങുകയാണ്. ശ്രീരാമാദികളുടെ നിശ്ചയം, ലങ്കാവിവരണം, യുദ്ധയാത്ര, രാവണാദികളുടെ ആലോചന, രാവണ കുംഭകർണ സംഭാഷണം, രാവണ വിഭീഷണ സംഭാഷണം, വിഭീഷണ ശ്രീരാമസന്നിധി. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഓം ഗം ഗണപതേ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം സീതാലക്ഷ്മണ ഭരത ശത്രുഘ്ന നമഃസമേത ശ്രീരാമചന്ദ്രസ്വാമീ നമഃ. യുദ്ധകാണ്ഡം ശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമം നാരായണ രാമ നാരായണ ഹരേ രാമ രമ രമണ ത്രിലോകീപതിം രാമ സീതാഭിരാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രണവാത്മകം രാമ നാരായണാത്മാ രാമ ഭൂപതിം രാമകഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമീം ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരു രാമായണ യുദ്ധം മനോഹരം ഇത്തമാകമ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിടുവീനെങ്കിലും ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രിക മന്ദസ്മിതം പൂണ്ടരുളിനാൻ ചന്ദ്രാനനെ ചെവിതന്നു മുതാം രാമചന്ദ്ര ചരിത്രം പവിത്രം ശൃണുപ്രിയേം ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞിതു കേട്ടുള്ളിലാറൂഢമോദാൽ അരുൾ ചെയ്തിതാതരാൽ ദേവകളാലും അസാധ്യമായുള്ളൂന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധവും ചിത്തെ നിരൂപിക്ക പോലും അശക്യമാമബ്ദിശതയോജനായത വസ്ത്രമല്ലംഘിച്ച് രാക്ഷസ വീരരെയും കൊന്ന് ലങ്കയും ചുട്ടുപൊട്ടിച്ചിതു വിസ്മയം ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനും എങ്ങൊരു നാളുമില്ലെന്നു നിർണയം എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം അങ്ങനെയായതെല്ലാം ഇനിയും ഉടൻ എങ്ങനെ വാരിധിയെ കടന്നിരുന്നു നക്രമകേര ചക്രാതി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടും ഒടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയന്തിരുമാറാശു ചൊല്ലിടിനാൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദാലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്ത് ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതുമീ മാനസേ ചിന്തയാകുന്നതോ കാര്യവിനാശിനി ആരാലും ഓർത്താ ജയിച്ചു കൂടാതൊരു ശൂരരെ കാണായ വാനര സഞ്ചയം വന്നിയിൽ ചാടണം എന്നു ചൊല്ലിയിടിലും പിന്നെയാമിന്നു ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരങ്ങിനെ കളയാതെ രഘുപതിയും ലങ്കയിൽ ചെന്നു നാം പൊക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിന്തിരു മുമ്പിൽ മഹാരണീം അസ്ത്രീണ ശോഷണം ചെയ്യുക ജലധിയെ സത്വരം സേതു ബന്ധിക്കലുമാന്ത്രിടം വല്ല കണക്കിലുമുണ്ടാൻ ജയന്തവ നല്ല നിമിത്തങ്ങൾ കാൺകാരകുപതിയും ഭക്തി സത്യന്നിത് മിത്രപുത്രോക്തി കേളിത്തമാകന്യകാകുൽസ്ഥനും തൽക്ഷണീം മുമ്പിലമ്മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളിടിനാൻ ലങ്കാപുരത്തിങ്കിലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ
കോട്ടമതിൽ കിടങ്ങിന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വജസാ ഭവാൻ. എന്നതു കേട്ടു തൊഴുതുവാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിടിനാൻ. മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന് അത്യുന്നത മതിൽ മൂർധനി ലങ്കാപുരം. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാൻ കനക വിമാന സമാനമായും വിസ്താരമുണ്ടങ്ങെഴുന്നൂറ് യോജന പുത്തൻ കനക മതിലതിൻ ചുറ്റുമീം. ഗോപുരം 4 ദിക്കിങ്കിലുമുണ്ടതി ശോഭിതമായതിനേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായും പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെയും. 7-നും 4 ഗോപുര പങ്ക്തിയും ചൂഴവുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായും ചൊല്ലുവാം വേലയന്ത്രപ്പാല പങ്ക്തിയാൽ. അണ്ടർകോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000 സദാ. ശക്തരായി പശ്ചിമ ഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തര ഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു കോടി നിശാചരർ. ദിക്കുകൾ 4-ലുമുള്ളതിലർത്ഥമുണ്ടു ഗ്രതയോടു നടുവു കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുമുണ്ടത്ര പേർ മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടിജനം. ആടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും. ലങ്കാവിരചിതാലങ്കാരഭേദമാതങ്കാപകം പറയാവല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞീനകം മൽപിതാവിൻ നിയോഗേന ചെന്നീൻ ബലാൽ. പുഷ്പിതോദ്യാനദേശേ മനോമോഹിനി പത്മജാദേവിയെയും കണ്ടുകൂപ്പിനിൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇഞ്ഞു വാങ്ങിക്കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയേൻ പിന്നെ കുറഞ്ഞൊരവിവേകം. ആരാമമെല്ലാം തകർത്ത് അത് കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനിൻ. രക്ഷോവരാത്മജനാകിയ ബാലകനക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാം. ലങ്കാപുരത്തിങ്കലുള്ളതിൽ 4 സൈന്യം കൊടുക്കി വേഗേന പോയി. കാലേ ദശമുഖേനെ കണ്ടു ചൊല്ലിയേ നല്ലതെല്ലാം. പിന്നെയും രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടെ ഭൃത്യരോട്, ഇപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്നേരം. കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു മാതരാൽ. കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമീം. ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതയക്ക. അടയാളപ്പെടുത്തത് നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനാൻ ബാലതിക്കഗ്നി കൊളുത്തുവാൻ. സസ്നേഹവാസസ പുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും. ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവാം. ലങ്കയിലുള്ള പടകിൽ 4 കൊടുക്കിയേൻ തൊൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടും ഇനി കാലവിളംബനം നന്നല്ല പോക പുറപ്പെടുകാശു നാം. യുദ്ധസന്നദ്ധരാബദ്ധരോഷം മഹൽ പ്രസ്ഥാനമാശു കുരു വിക്രമം. സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്ക് ശങ്കാപകം. ലംഘനം ചെയ്ത് നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു. ദശാനന ഹുങ്കൃതിയും തീർത്തു സംകരാന്തി ബലാൽ. പങ്കജനേത്രയെ കൊണ്ടുപോരാം വിഭോം. പങ്കജനേത്ര പരംപുരുഷ പ്രഭോം. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സംജാത കൗതുകം സംഭാവ്യ സാദരം.
അഞ്ജസ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ. ഇപ്പോ വിജയ മുഹൂർത്തകാലം പടയ്ക്കുൽപ്പന്നമോദം പുറപ്പെടുകെ വരും. നക്ഷത്രം ഉത്രമതും വിജയപ്രദം രക്ഷോജനക്ഷമാമൂലം അതിപ്രദം. ദക്ഷിണ നേത്രസ്ഫുരണവുമുണ്ടുമീം ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം. സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വമ്പരാം വാനരന്മാരെ നിയോഗിക്കാം. രംഭപ്രമാദി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ടവുമീറി മൽപ്പിൻപി സുമിത്രാത്മജൻ അംഗതോപരി. സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലങ്കജങ്കവേയങ്ക് വാക്ഷൻ ബലിശൂലി സമാനനാമൈന്ദൻ വിവിധനും. പങ്കജ സംഭവ സൂനു സുഷേണനും തുങ്കൻ നളനും ശതബലിതാരനും. ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കിടോം. ഇത്തമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതിയും. നക്ഷത്രമണ്ഡല മധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരദേവനും. ആകാശമാർഗെ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാർ. ആർത്തു വിളിച്ചു കളിച്ചു പുളച്ച് ലോകാർത്തി തീർത്തിടുവാൻ മർക്കട സഞ്ചയം. രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാവികൾ നടന്നു തുടങ്ങിനാർ. രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൊരു വാർതി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്കബലങ്ങൾ ഭുജിക്കുകയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികയിലായ കവികുലം. ദക്ഷിണ സിന്ധു തന്നുത്തര തീരവും ബുക്കു മഹേന്ദ്രാചലാന്തികെ മീവിനാർ. മാരുതി തന്നെ കണ്ടദേശേ നിന്ന് പാരിയിലിറങ്ങി രഘുകുലനാഥനും. താരേയ കണ്ടങ്ങമർന്ന സൗമിത്രിയും പാരിയിലിഴഞ്ഞു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രനും വാരിധി തീരം പ്രവേശിച്ചനന്തരം സൂര്യനും വാരിധി തന്നെ പശ്ചിമ തീരം പ്രവേശിച്ചിതപ്പോ നൃപാധിപൻ. സൂര്യാത്മജനോടരുൾ ചെയ്തിതാശു നാം വാരിയുമൂത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും. വീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ച് പാരാതെ കൽപ്പിക്ക വീണങ്ങിനിയുടൻ. വാനര സൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ കൃശാനുപുത്രാദികൾ. രാത്രിയിൽ മായാവിശാരദന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ. ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനാൻ പർവ്വതാഗ്രേ രഘുനാഥനും. വാനരവൃന്ദം മകരാലയം കണ്ട് മാനസേ ഭീതി കലർന്നു മരുവിനാർ. നക്രചക്രുവ ഭയങ്കരമിത്രയും ഉഗ്രം വരുണാലയം ഭീമനിസ്വനം. അത്യുന്നത തരംഗാടമഗാധം ഇതുത്തരണം ചെയ്വതിന്നരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായ കവികളോ മന്ദബുദ്ധ്യ രാമപാർശ്വേ മരുവിനാർ. ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിടിനം ചന്ദ്രമുഹിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നോ വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ. ദുഃഖഹർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യമതമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവയെങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനിയും സംഭവിക്കുന്നു വിചാരിച്ചു കാൺകിലും. സംഭവിക്കുന്നതു ദേഹാഭിമാനിനാം കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ
സംപ്രസാദത്തിങ്കിലില്ലരണ്ടേതുമീം സമ്പ്രതി നിത്യമാനന്ദമാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധിസംഭൂതങ്ങൾ മുഖ്യനാരാമൻ പരാത്മാപരൻ പുമാൻ മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാം ദുഃഖിയെന്നും സുഖിയെന്നുമെല്ലാം അതുമൊക്കെയോർത്താൽ അബുധന്മാരുടെ മതം. അക്കഥ നിൽക്കാതെ ശരദപുത്രരും അർക്കാത്മജാതികളായ കവികളും വരാനിരിക്കു വടക്കേ കര വന്നു വാരിധി പോലെ വരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയൻ ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാം മന്ത്രികൾ തമ്മി വരുത്തി വിരവോടു മന്ത്രനികേതനം ബുക്കിരും നീടിനാൻ ആതിഥേയ സുരേന്ദ്രാദികൾക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കൊടുവന്നകം ബുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചാനുപവനം. നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടെ പുത്രനാമക്ഷകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊടിച്ചു സമുദ്രവുല്ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയേം. സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാങ്ങില്ലൊരു സംശയം. ഇപ്പോൾ കവികുലസേനയും രാമനും അബ്ദി തന്നുത്തര തീരെ മറുവുന്നാറും കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും മന്ത്രവിശാരദന്മാർ. നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതോ മൂലമായി വന്നീലൊരാപത്തിനിയും മമഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നത് നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കചഞ്ചലം. ഉത്തമം മധ്യമം പിന്നെ ദധമവും ഇത്തം ത്രിവിധമായുള്ളൂ വിചാരവും. സാധ്യമിതമിതം ദുസാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള മൂന്നു പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മാനസീം വാട്ടമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാം. തമ്മിലന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നന്ദി ദൃശം എന്നുറച്ചൊന്നിച്ച് കൽപ്പിപ്പതുത്തമം. പിന്നെ രണ്ടാമതോ മധ്യമൻ ചൊല്ലുവൻ ഓരോ തരം പറഞ്ഞു ഞങ്ങളുള്ളതു തീരുവാനായി പ്രതിവാദിച്ചനന്തരം. നല്ലതീതന്നൈക്യമധ്യമായേ വരും ഉള്ളിൽ ഉറച്ചു കൽപ്പിച്ചു പിരിവത മധ്യമമായുള്ള മന്ത്രമതെന്നിയെ ചിത്താഭിമാനീന താൻ താൻ പറഞ്ഞതും സാധിപ്പതിന്നു ദുസ്തർക്കം പറഞ്ഞതു ബോധിച്ചു മറ്റേവനും പറഞ്ഞിഷ്യാം. കാലുഷ്യചേതസ കൽപ്പിച്ചു കൂടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയും പുണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ നദമതത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടള വിങ്കിതജ്ഞന്മാ നിശാചരർ ചൊല്ലിനാർ. നന്നു നന്നെത്രയോ മോർത്തോളമുള്ളിൽ ഇതിനൊരു കാര്യവിചാരമുണ്ടായതും. ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചിതു മാനസീം. മർത്യനാരാമങ്ങൾ നിന്നു ഭയന്തവ ചിത്തെ ഭവിച്ചതും എത്രയും അത്ഭുതം. വൃത്രാരിയെ പുരാ യുദ്ധേ ജയിച്ചുടൻ ബദ്ധ്വാവിനിക്ഷിപ്യ പത്തനി സത്വരം വിശ്രുതയായൊരു കീർത്തി വളർത്തതും. പുത്രനാമേഹാനിനാഥൻ അതോർക്ക നീ വിത്തേശനെ പുരാ യുദ്ധമധ്യേ ഭവാൻ ജിത്വാജിതശ്രമം പോരും ദശാന്തരീം. പുഷ്പകമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതമെത്രയും കോർത്തു കണ്ടോളവും. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താൽ ഒരു ഭയം ഉണ്ടാവും.
ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ സങ്കരത്തിങ്കൽ ജയിച്ചിലയോ ഭവാൻ. മറ്റുള്ള ദേവകളെ പറയണമോ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയേന മഹാസുരൻ പീഡിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ ദവാം. ദാനവന്മാർ കരം തന്നു പൊറുക്കുന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലങ്കിളക്കിയെടുത്തുടനാലോലമമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയിലയോ. മൂലമുണ്ടോ വിഷാദിപ്പ മനസ്സിതേ. ത്രൈലോക്യവാസികളെല്ലാം ഭവദ്ബലം ആലോക്യ ഭീതി കലർന്നു മരുവുന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കിൽ നാണമം. നാം ഒന്നുപേക്ഷിക്ക കാരണാലിതും ഒരാമയമെന്നിയെ പോയിക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ. മാനമോടിന്നിനി ഞങ്ങളിലേഖനെ മനസ്സെ കൽപ്പിച്ചയക്കുന്നതാകിലും മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയെങ്കില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്കയെന്നതും എത്രയും പാരമിളപ്പം നമുക്കതും. ഉൾത്താരിലൂർത്തരുളീണം ജഗൽ പ്രഭോ നക്തഞ്ചരവരരിദ്ധം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസിനും. നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാം വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നുടമോദം നിജ പീഠമതിന്മേലിരുത്തി ദശാസ്യനും. വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടുങ്ങവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴ്ന്നതിൽ മമ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും. ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൊൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമീ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായും. രാമൻ മനുഷ്യനല്ലേക സ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ. സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൾ തവ നാശം വരുത്തുവാൻ. മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കോ വരുന്നിതും. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ ബലിശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടത് നീക്കരുതാർക്കുമേ ശാസനയാലും അടങ്ങുകയില്ലതം. വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയതെല്ലാം അവനയം നീയതോ നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം. ഞാനിതിനിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവൻ. ജാനകി തന്നെ അനുഭവിച്ചിടു നീ മാനസേ ഖേദമുണ്ടാകരുതേതുമീ. ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശേനാ പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൺ. ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേയും. ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷ്യനാകിയ രാമനെയും മറ്റ് വാനരന്മാരെയുമൊക്കെ ഒടുക്കി ഞാൻ. ആശു വരുവൻ അനുജ്ഞയെ ചെയ്കിലെന്നാശരാധീശ്വരനോടു ചൊല്ലിടിനാൻ.
അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാൻ അവനോടു പഥ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വര വീര ദശാനന കേൾക്കണം എന്നുടെ വാക്കുകേളിന്നു നീ. നല്ലതോ ചൊല്ലണം എല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ബുധജനം. കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക് നീരാമനോട് ഇത്രിലോകത്തിങ്കൽ നക്തൻ ചരാതിവാം. മത്തനുന്മത്തൻ പ്രഹസ്തൻ വികടനും സുപ്തജ്ഞയജ്ഞാന്തകാദികളും തഥാം. കുംഭകർണൻ ജംബുമാലി പ്രജങ്കനും കുംഭന്തി കുംഭേന കമ്പനും കമ്പനൻ. വമ്പൻ മഹോദരനും മഹാപാർശ്വനും കുംഭഹനും ത്രിശിരസ്വതികായനും. വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ട്രാദിവീരരും. യുവാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷ ധൂമ്രാക്ഷനും മകരാക്ഷനും. ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടെടോ. നേരെ പൊരുതോ ജയിപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേം. ശ്രീരാമനായതു മാനുഷ്യനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും. ദേവേന്ദ്രനുമല്ല വന്യയുമല്ലവൻ വൈവസ്വതനും നൃതിയുമല്ല കേൾ. പാശിയുമല്ല ജഗൽ പ്രാണനല്ല വിത്തേശനുമല്ല മനീശാനനുമല്ല. വേദാവുമല്ല ഭുജങ്കാധിപേനുമല്ല ആദിത്യരുദ്ര വസുക്കളുമല്ലവൻ. സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ വരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിയിലെയ കാരണൻ. മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചു കൊള്ളുവാൻ. പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ട് കൊന്നു ഹിരണ്യകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ. കൊന്നാൻ 21 തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ. അന്നസൂരരെയൊക്കെ ഒടുക്കുവാൻ മണ്ണിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥപുത്രനായി വന്നതു നിന്നെയൊടുക്കുവാൻ എന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിനു പറയുന്നതെന്നൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ. സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ. ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകൻ ജനാർദ്ദനൻ. ആശ്രിത വത്സലൻ അംബുജലോചനൻ ഈശ്വരൻ ഇന്ദിര വല്ലവൻ കേശവൻ. ഭക്തിയോടും തന്തിരുപടി ദമ്പതം നിത്യമാ സേവിച്ചു കൊള്ളാമടിയാതെ. മൈഥിലി ദേവിയെ കൊണ്ടു കൊടുത്തുതൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുതാ സുരക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ. തൻപദം നൽകിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം ബുക്ക നേരത്തതി ബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ. കൗശികൻ തന്നുടെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വെച്ചു കല്ലാമഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ. ത്രയംബകം വില്ല് ഖണ്ഡിച്ചു സീതയാ മയിൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ. മാർഗമധ്യേ കുടാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാതനെ കൊന്നു കളഞ്ഞതും ചെന്നഖരാദികളെ കൊല ചെയ്തതും. ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവൻ ചാടിക്കടന്നിവിടേക്ക് വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ. വന്യയ്ക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും. ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കത്തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോടു വൈരം വൃതാം തന്നുങ്കി തന്നെ കൊടുക്കാമടിയാതെ. നഷ്ടമതി കിളായിടുങ്ങ മാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുങ്ങതോർക്ക നീ.
കാലപുരംഗമിയാതിരിക്കേണ്ടുകിൽ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുങ്ങ രക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരും ഈ കഷ്ടകാലത്തിങ്കലില്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിനിന്നു നാം ആളല്ല, പോകുന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ. അന്നേരമോർത്താൽ ഫലമില്ല മന്നവാം, രാമശരമേറ്റു മൃത്യു വരും നേരം. ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ട് നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർ മകളെ കൊടുക്ക വൈകിടാതെ. യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ. മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയ സ്ഥാനവുമില്ല കൊടുപ്പതിനോർക്ക നീ. മുമ്പിലെ ഉള്ളിൽ വിചാരിച്ചു കൊള്ളണം, വൻപനോടേറ്റാൽ വരും ഫലം ഏവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികേലെന്നതു മൂർക്ക നീ. രാക്ഷസ രാജ ജയിക്ക നീ, സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങൊലാം. കൊണ്ടൽ നീർവർണ്ണനു ജാനകി ദേവിയെ കൊണ്ടുകൊടുത്തു സുഖിച്ചു വസിക്ക നീ. സംശയമെന്നീ നൽകുക ദേവിയെ, വംശം മുടിച്ചു കളയാക വേണമേ. ഇത്തം വിഭീഷണൻ പിന്നെയും പിന്നെയും പഥ്യമായുള്ളതോ ചൊന്നതോ കെട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധന സോദരനോടു ചൊല്ലിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നത് മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്കൾ ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തുന്നവരെന്നു നിർണയം. ഇത്തരമെന്നോടു ചൊല്ലുകേലാശു നീ വധ്യനാമെന്നാൽ അതിലില്ല സംശയം. രാത്രിഞ്ചരാധിപൻ ഇത്തരം ചൊന്നള ഓർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽക്കയില്ലേതുമീ. പോരുമിവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവ പാദാംബോജമെന്നി മറ്റാരും ശരണങ്ങിനെ കേവലം. നന്ദികെ സന്തതം നിന്നു സേവിച്ചുകൊൾവൻ ജന്മമുള്ള നാൾ. സത്വരം നാലമാത്യന്മാരുമായവൻ ഇത്തം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു. ദാരധനാലയ മിത്രവൃത്യൗകവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മനസത്തിങ്കലുറപ്പിച്ചു തുഷ്ടനായും വീണു വണങ്ങിനാൻ അഗ്രജൻ തൻ പദം. കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരം, ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ഒരാമയം ഇങ്ങതിനില്ലെന്നു നിർണയം. പോകാകിലോ മമ ചന്ദ്രഹാസത്തിനേകാന്ത ഭോജനമായി വരുന്നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടേ താതനോ തുല്യനല്ലോ ഭവാൻ, താപകമായ നിയോഗമനുഷ്ഠിപ്പനാവതെല്ലാം അതു സൗഖ്യമല്ലോ മമാം. സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും, എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു. പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ. മൂലവിനാശം നിനക്കു വരുത്തുവാൻ കാലം ദശരഥ മന്ദിരേ രാമനായി ജാതനായാൻ. ജനകാലയെ കാലിയും സീതാപിതാനേന ജാതയായിടിനാൾ. ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന മോദമോടിഞ്ഞു വന്നാരിരുവരും. എങ്ങനെ പിന്നെ ഞാൻ ചൊന്നാഹിതൊക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭുവും. രാവണൻ തന്നെ വധിപ്പാനവേനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിന് അന്യഥാത്വം ഭവിക്കുമോ? ആസര വംശവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണംഗതോസ്മി ഞാൻ. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശ പാദാബ്ജ സേവാർത്ഥമായും ശോകം വിനാ നാലമാത്യരുമായുടൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം.
ശ്രീരാമദേവനിരുന്നരുളുന്നതിന്നേരെ മുകളിൽ നിന്നുച്ചൈസരമവൻ വ്യക്തവർണ്ണേന ചൊല്ലിടിനാൻ എത്രയും ഭക്തി വിനയ വിശുദ്ധ മതിസ്ഫുടം. രാമ രമ രമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ. രാജീവനിത്ര മുകുന്ദ ജയ ജയ. രാജശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞാൻ തവ സേവാർത്ഥമാവിട കൊണ്ടെന്തയാനിതയും. അമ്നായ മൂർത്തി രഘുപതേ ശ്രീപതേ നമ്ന വിഭീഷണന്തൽ ഭക്തസേവകൻ. ദേവിയെ കട്ടതനുചിതം നീ എന്നു രാവണനോടു ഞാൻ നല്ലതോ ചൊല്ലിയൻ. ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക നാവോളമേറ്റം പറഞ്ഞിൻ പലതരം. വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ. പഥ്യമായുള്ളതോ ചൊല്ലിയതേറ്റം അപഥ്യമായി വന്നിതവന്നു വിധിവശാൽ. വാളുമായി എന്നെ വധിപ്പാനടുത്തിതു കാളഭുജംഗവേഗേന ലങ്കേശ്വരൻ. മൃത്യുഭയത്താൽ അടിയനും ഇത്രയും ചിത്തകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹാം. നാലമാത്യന്മാരുമായി വിട കൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണ മോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. ഇത്തം വിഭീഷണ വാക്യങ്ങൾ കേട്ടള ഉദ്ധായ സുഗ്രീവനും പറഞ്ഞിടിനാൻ. വിശ്വേശ രാക്ഷസൻ മായാവി എത്രയും വിശ്വാസയോഗ്യനല്ലെന്നതോ നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ. ആയുധപാണിയായി വന്നാനമാത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ഛിദ്രം കുറഞ്ഞൊന്നു കാൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ. ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്തവ്യനിന്നിവെങ്കിൽ ഒരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവുള്ളത്തിൽ എന്തെന്നഭിമതം എന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാർ പലതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചൊന്നാൻ വിഭീഷണേനുത്തമേനെത്രയും. വന്നോ ശരണം ഗമിച്ചവൻ തന്നെ നാം നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം. നക്തഞ്ചരാന്നയ്യത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുങ്ങെന്നു വന്നിടുമോ. നല്ലവരുണ്ടങ് അവരിലും എന്നുള്ളതെല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതി നാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിത രക്ഷണം ഇന്ന് ശാസ്ത്രോക്തിയും. ഇത്തം പലരും പലവിധം ചൊന്നവ ചിത്തി ധരിച്ചരുൾ ചെയ്തു രഘുപതിയും. മാരുതി ചൊന്നതുപപന്നമെത്രയും വീരാവിഭാകര പുത്ര വരികിടും. ഞാൻ പറയുന്നതു കേൾപ്പിനെല്ലാവരും ജാമ്പവതാതി നിരിജ്ഞവരന്മാരെയും ഉർവീശനായാൽ അവനാശ്രിതന്മാരെയും സർവശോ രക്ഷസു നശ്വപജാനവി രക്ഷിയാഞ്ഞാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവശ്വമേതം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതോ വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ. മുന്നമൊരു കബോധം നിജപേടയോടൊന്നിച്ചൊരു വനം തന്നിൽ മേവീടിനാൻ. ഉന്നതമായൊരു പാദപഗ്രേതതാം ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടിനാൻ. തന്നെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പൊറാഞ്ഞു കരഞ്ഞവൻ. തന്നെ മറന്നിരുന്നിരും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും. ചെന്നു ചരമാബ്ദി തന്നിൽ മറഞ്ഞിതും ഖിന്നനായി വന്നു വിശന്നു കിരാതനും. താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനതയോടു നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു വന്നിയും. തന്നെ കയ്യിലിരുന്ന കബോധിയെ വന്നിയിലിട്ടു ചുട്ടാശു തിന്നിടിനൻ. എന്നതു കൊണ്ടും വിശപ്പടങ്ങിടാഞ്ഞ് പിന്നെയും പീഡിച്ചിരിക്കും കിരാതനു തന്നെ ദേഹവും നൽകിനാൻ അൻപോടു വന്നിയിൽ വീണു കിരാതാശനാർത്ഥമായി. അത്ര പോലും വേണമാശ്രിത രക്ഷണം.
മർത്യൻ എന്നാലോ പറയേണ്ടതില്ലല്ലോ. എന്നെ ശരണമെന്നോർത്തിങ്ങു വന്നവനെന്നും അഭയം കൊടുക്കുന്നതേയുള്ളൂ. പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടുവിൻ, എന്നെ ചതിപ്പതിനാരുമില്ലെങ്ങുമേ. ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമിഷമാത്രം കൊണ്ട് സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാനൊട്ടുമേ ദണ്ഡങ്ങെനിക്കില്ല നിശ്ചയം. പിന്നെ ഞാൻ ആരെ ഭയപ്പെടുന്നു മുതാം, വന്നിടുവാൻ ചൊല്ലവനെ മടിയാതെ. വ്യഗ്രിയാകേതും ഇതു ചൊല്ലി മാനസേ, സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക. എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാൻ ഇന്നും അഭയം കൊടുക്കും അതിദ്രുതം. പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ നൂനമിന്നും അറിയുക നീ. ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനാൻ. ശ്രീരാമപാദാന്തികെ വീണു സാഷ്ടാംഗമാരുടമോദം നമസ്കരിച്ചിടിനാൻ. രാമം വിശാലാക്ഷമിന്ദിവരദള ശ്യാമളം കോമളം ബാണധനുർധരം സോമബിംബപ്രസന്ന മുഹാംബുജം കാമദം കാമൂപമംഗമേലാവരം കാന്തം കരുണാകരം കമേലക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണ സംയുതം സുഗ്രീവമാരുതി മുഖ്യ കവികുല സേവിതൻ രാഘവം കണ്ടുകുപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ. ശ്രീരാമ സീതാ മനോഹര രാഘവ ശ്രീരാമ രാജേന്ദ്ര രാജീവലോചനം ശ്രീരാമ രാക്ഷസ വംശ വിനാശനം ശ്രീരാമപാദാംബുജം നമസ്തേ സദാ ചണ്ഡാംശുഗോത്രോഭവായ നമോ നമം ചണ്ഡഗോദണ്ഡധരായ നമോ നമം പണ്ഡിത ഹൃൽപുണ്ഡരീക ചണ്ഡാംശവീം ഖണ്ഡപരശുപ്രിയായ നമോ നമം രാമായ സുഗ്രീവമിത്രായ കാന്തായ രാമായ നിത്യമനന്തായ ശാന്തായ രാമായ വേദാന്ത വേദ്യായ ലോകാഭിരാമായ രാമഭദ്രായ നമോ നമം വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ വിശ്വായ വിശ്വരൂപായ നമോ നമം നിത്യമനാദിഗൃഹസ്ഥായതി നമോ നിത്യായ സത്യായ ശുദ്ധായതി നമം ഭക്തിപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായതി നമം വിശേഷന നിന്തിരുവടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ നിന്മഹാമായ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം തന്മൂലമായുള്ള പുണ്യപാപങ്ങളാൽ ജന്മമരണങ്ങൾ ഉണ്ടായി വരുന്നതും അത്ര നാളേക്കും ജഗത്തൊക്കവേ ബലാൽ സത്യമായി തോന്നുന്നതിനില്ല സംശയം എത്ര നാളേക്കറിയാതെ ഇരിക്കുന്നിതദ്വയമാം പരബ്രഹ്മം സനാതനം പുത്രധാരാദി വിഷയങ്ങളിൽ അതിശക്തി കലർന്നോ രമിക്കുന്നിതന്വഹം ആത്മാവിനി അറിയാകയാൽ നിർണയം ആത്മനി കാണേണമാത്മാനമാത്മനാം ദുഃഖപ്രദം വിഷയേന്ദ്രിയ സംയോഗമൊക്കെയോ മോർത്താലൊടുക്കമനാത്മനാം ആദികാലേ സുഖമെന്നു തോന്നിക്കുന്നതേതും വിവേകമില്ലാതവർ മാനസേ ഇന്ദ്രാഗ്നി ധർമ്മരക്ഷോ വരുണാനില ചന്ദ്രരുദ്രജാഹിപാദികളൊക്കെയും ചിന്തിക്കിലോ നിന്തിരുവടി നിർണയം അന്തവും ആദിയും ഇല്ലാത ദൈവമേ കാലസ്വരൂപനായിടുന്നതും ഭവാൻ സ്ഥൂലങ്ങളിൽ വെച്ചതി സ്ഥൂലനും ഭവാൻ നൂനമണുവിങ്കൽ നിന്നണിയാൻ ഭവാൻ മാനമില്ലാത മഹത്തത്വവും ഭവാൻ സർവലോകാനാം പിതാവായതും ഭവാൻ സർവലോകേശമാതാവായതും ഭവാൻ സർവദാതാവായതും ഭവാൻ ദർവീകരേന്ദ്രശയേനാദയാനിധേ ആദിമധ്യാന്ത വിഹീനൻ പരിപൂർണനാധാരഭൂതൻ പ്രപഞ്ചത്തിനീശ്വരൻ അച്യുതേനവ്യയൻ അവ്യക്തനദ്വയൻ സച്ചൽ പുരുഷൻ പുരുഷോത്തമൻ വരൻ നിശ്ചലൻ നർമ്മമൻ നിഷ്കളൻ നിർഗുണൻ നിശ്ചയിച്ചാർക്കും അറിഞ്ഞുകൂടാതവൻ
നിർവികാരൻ നിരാകാരൻ നിരീശ്വരൻ നിർവികൽപ്പൻ നിരൂപാശ്രയൻ ശാശ്വതൻ ഷഡ്ഭാവഹീനൻ പ്രകൃതി പരൻ പുമാൻ സൽഭാവയുക്തൻ സനാതനൻ സർവകൻ മായാമനുഷ്യൻ മനോഹരൻ മാധവൻ മായാവിഹീനൻ മധുകൈടവാന്തകൻ ജ്ഞാനിക തൽപാദ ഭക്തിനി ശ്രേണിയെ സാനന്ദമാശു സംപ്രാപ്യ രഘുപതീം ജ്ഞാനയോഗാക്യ സൗദം കരേറിയിടുവാൻ മാനസെ കാമിച്ചു വന്നിന്റെ കൽപ്പതീം സീതാപതി രാമകാരുണി ഗോത്തമായ ദുധാനാന്തക രാവണാരേ ഹരീം പാദാംബുജൻ നമസ്തേ ഭവസാഗര ഭീതനാമെന്നെ രക്ഷിച്ചു കൊള്ളേണമീം ഭക്തി പരവശന സ്തുതിച്ചിടിന ഭക്തനെ കണ്ടു തെളിഞ്ഞൊരു കൂത്തമൻ ഭക്തപ്രിയൻ പരമാനന്ദം ഉൾക്കൊണ്ടു മുഗ്ധസ്മിത പൂർവമേവങ്ങരുൾ ചെയ്തു ഇഷ്ടമായുള്ള വരത്തെ വരിക്ക സന്തുഷ്ടന ഞാൻ വരദാനൈകതൽപരൻ ഒട്ടുമേതാവം ഒരുത്തൻ എന്നെ കണ്ടു കിട്ടിയാൽ പിന്നെയുണ്ടാകയില്ലോർക്ക നീ രാമവാക്യാമൃതം കേട്ടു വിഭീഷണനാമോദം ഉൾക്കൊണ്ടുണർത്തിച്ചരുളിനൻ ധന്യനായേൻ കൃതകൃത്യനായേനകം ധന്യാകൃതി കൃതകാമനായേനകം തൊൽപാദ പത്മാവലോകനം കൊണ്ടു ഞാൻ ഇപ്പോൾ വിമുക്തനായേനില്ല സംശയം മത്സമേനായൊരു ധന്യനില്ലൊഴിയിൽ മത്സമേനായൊരു ശുദ്ധനുമില്ലവോ മത്സമേനായി മറ്റൊരുവനുമില്ലിക ത്വസ്വരൂപം മമ കാണായ കാരണാൽ കർമ്മബന്ധങ്ങൾ നശിപ്പതിനായിനിയും നിർമ്മലമാഭവജ്ഞാനവും ഭക്തിയും ത്വദ്ധാന സൂക്ഷ്മവും ദേഹി മേ രാഘവ ചിത്തേ വിഷയ സുഹാസയില്ലേതുമീം തൊൽപാദ പങ്കജ ഭക്തിരെ വാസ്തുമേ നിത്യങ്ങിളക്കങ്ങൊഴിഞ്ഞു കൃപാനിരയും ഇത്തമാകർണ്യ സംപ്രീതനാൻ രാഘവൻ നക്തഞ്ചരാധിപൻ തന്നോടരുൾ ചെയ്തു നിത്യം വിഷയ വിരക്തരാശാന്തരായും ഭക്തി വളർന്നതി ശുദ്ധമതികളായും ജ്ഞാനികളായുള്ള യോഗികൾ മാനസേ ഞാനിരിപ്പൂ മമ സീതയുമായി മുതം ആകയാൽ എന്നെയും ധ്യാനിച്ച് സന്തതം വാഴ്ക നീ എന്നാ നിനക്കു മോക്ഷം വരും അത്രയുമല്ല നിന്നാകൃതമായൊരു ഭക്തികര സ്തോത്രം അത്യന്ത ശുദ്ധനായും നിത്യവും ചൊൽകയും കേൾക്കയും ചെയ്കിലും മുക്തി വരുന്നതിനില്ലൊരു സംശയം ഇത്തമരുൾ ചെയ്തു ലക്ഷ്മണൻ തന്നോടു ഭക്തപ്രിയേനരുൾ ചെയ്തിതു സാദരം എന്നെ കനിവോടു കണ്ടതിൻ്റെ ബലം ഇന്നു തന്നെ വരുത്തേനങ്ങതിന്നു നീ ലങ്കാധിപേനിവേനെന്ന അഭിഷേകവും ശങ്കാവിഹീനമൻപോടു ചെയ്തിടുക സാഗര ഭാര്യയും കൊണ്ടുവന്നിടുക സഹാമൃഗാധിപന്മാരുമായി സത്വരം അർക്കചന്ദ്രന്മാരും ആകാശഭൂമിയും മൽക്കഥയും ജഗത്തിങ്കലുള്ളന്നിവൻ വാഴ്ക ലങ്കാരാജ്യമേവം മമാജ്ഞയാം ഭാഗവതോത്തമേനായ വിഭീഷണൻ പങ്കജ നേത്രവാക്യം കേട്ടു ലക്ഷ്മണൻ ലങ്കാപുരാധിപത്യർത്ഥമഭിഷേകമൻപോടു വാദ്യഘോഷേണ ചെയ്തിടിനാൻ വമ്പരാം വാനരാധീശരന്മാരുമായും സാധുവാദേന മുഴങ്ങി ജഗത്രയും സാധുജനങ്ങളും പ്രീതി പൂണ്ടിടിനാർ ആതിഥേയോത്തമന്മാർ പുഷ്പവൃഷ്ടിയും ആദിവേറിട്ടു ചെയ്തിടിനാരാധരാൽ അപ്സര സ്ത്രീകളും നർത്തഗീതങ്ങളാൽ പുരുഷോത്തമിനി ഭജിച്ചിടിനാർ ഗന്ധർവ കിന്നര കിംപുരുഷന്മാരും അന്തർമുദാ സിദ്ധ വിദ്യാധരാദിയും ശ്രീരാമചന്ദ്രനെ വാഴ്ത്തി സ്തുതിച്ചിതു ഭേരിനിനാദം മുഴക്കിനാരും വരും പുണ്യജനേശ്വരനായ വിഭീഷണൻ തന്നെ പുണർന്ന് സുഗ്രീവനും ചൊല്ലിനാൻ പാരേഴു രണ്ടിനെന്നാഥനായി വാഴും ഈ ശ്രീരാമ കിങ്കരന്മാരിൽ മുഖ്യൻ ഭവാൻ രാവണ നിഗ്രഹത്തിനു സഹായവും ആവോളമാശു ചെയ്യണം ഭവാനിനിയും കേവലം ഞങ്ങളും മുന്നടക്കുന്നുണ്ടു സേവയാ സിദ്ധിക്കുമേറ്റം അനുഗ്രഹം സുഗ്രീവവാക്യമാകർണ്യ വിഭീഷണൻ അഗ്രേ ചിരിച്ചവനോടു ചൊല്ലിടിനാൻ സാക്ഷാത് ജഗന്മയേ രാമകീലേശ്വരൻ സാക്ഷിഭൂതൻ സകലത്തിനുമാകയാൽ എന്തോ സഹായന കാര്യമവിടേക്ക് ബിന്ദു ശത്രുക്കളെന്നുള്ളതും ഇല്ലകേൽ ഗൂഢസ്ഥനാനന്ദപൂർണനേകാത്മകൻ കൂടസ്ഥനാശ്രയം മറ്റാരുമില്ലടോ
മൂഢത്വമത്രേ നമുക്കു തോന്നുന്നത്. ഗൂഢത്രിഗുണഭാവേനമായ ബലാൽ തദ്വശന്മാരൊക്കെ നാം എന്നറിഞ്ഞുകൊണ്ട് അദ്വയഭാവേന സേവിച്ചുകൊള്ളുക നാം. ദഗ്ധഞ്ചരപ്രഭരോക്തികൾ കേട്ടൊരു ഭക്തന ഭാനുജനും തെളിഞ്ഞിടിനാൻ.